ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചോദ്യപേപ്പർ 014/2023 ആ കാറ്റഗറിയിൽ നടന്ന ഒരു ചോദ്യപേപ്പറാണ്. LGS ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ചോദ്യം, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം എന്നുള്ളത് G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്ത കാര്യമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഞാൻ ഈ ചോദ്യങ്ങളിലൊന്നും ആൻസർ മാർക്ക് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കി നമ്മൾ ചോദ്യം ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതി ഒരുപാട് പേർക്കുണ്ട്. അത് നമുക്ക് ചോദ്യം വായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ്. പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വായിക്കാൻ എല്ലാവർക്കും ഒരു മടിയാണ്. അതുതന്നെയാണത് പാടായി തോന്നാനുള്ള ഏറ്റവും പ്രധാന കാരണം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന് 2013 മാർച്ച് 31 കേട്ടോ. 2013 മാർച്ച് 31. മൂന്നാമത്തെ ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? കുബു, ബുഷ്മെൻ, ദയാക്ക്, ത്വാറക്ക്, ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ബുഷ്മെനും ത്വാറക്കുമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കൈലാഷ് സത്യാർത്ഥി കേട്ടോ. കൈലാഷ് സത്യാർത്ഥിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം, മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ഓപ്ഷൻ ബി പുറനാനൂറാണ് കേട്ടോ. പുറനാനൂറ്. ഓപ്ഷൻ ബി പുറനാനൂറ്. ഏഴാമത്തെ ചോദ്യം നോക്കാം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ മൂലധനം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണെന്ത്? മൂലധനം. ഓപ്ഷൻ എ ആണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? കിലിയൻ എംബാപ്പെ. ഓപ്ഷൻ ഡി ആണ് കിലിയൻ എംബാപ്പെ. ഒൻപതാമത്തെ ചോദ്യം, 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം ഐസൺ ആണ്. ഓപ്ഷൻ എ ഐസൺ. പത്താമത്തെ ചോദ്യം നോക്കാം. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? പാർമ. ഓപ്ഷൻ ബി പാർമയാണ്. പത്താമത്തെ ചോദ്യം നോക്കുക. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് പാർമ. 11ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് കേട്ടോ. 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത് കേട്ടോ. 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്താണ് അക്ഷാംശ രേഖ, പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30 ഡിഗ്രിയാണ് കേട്ടോ. 30 ഡിഗ്രിയാണ്. 14ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ്? കരേവ കേട്ടോ. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് ഓപ്ഷൻ ബി കരേവ. 15ാമത്തെ ചോദ്യം, കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പഞ്ചസാര വ്യവസായമാണ് കേട്ടോ. കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പഞ്ചസാര വ്യവസായമാണെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി എ ആണ് ആൻസർ. 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? വിശാഖപട്ടണമാണ് കേട്ടോ. വിശാഖപട്ടണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 17ാമത്തെ ചോദ്യം, ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില ചുരം. ഓപ്ഷൻ ഡി ആണ് ഷിപ്കില ചുരം. 18ാമത്തെ ചോദ്യം,
ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഓപ്ഷൻ സി കൽക്കരിയാണ് കേട്ടോ. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി കൽക്കരിയാണ് ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്. മറ്റതെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്. 19ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇതിൽ 1, 2 എന്നിവ മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ കേട്ടോ. 1, 2 മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 20ാമത്തെ ചോദ്യം നോക്കാം. ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഏത് വർഷമാണ്? 1986 കേട്ടോ. 1986. ഇനി 21ാമത്തെ ചോദ്യം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ ആണ് രമാഭായ് കേട്ടോ. രമാഭായ് ആണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. 22ാമത്തെ ചോദ്യം. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? അഹമ്മദാബാദ് മിൽ സമരമാണ്. അഹമ്മദാബാദ് സത്യാഗ്രഹം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 24ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? റാണി ഗെയ്ഡിൻല്യൂവിനെയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഗെയ്ഡിൻല്യൂ. റാണി ഗെയ്ഡിൻല്യൂ എന്നാണ് പേര് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 25ാമത്തെ ചോദ്യം. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? 1922 കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 26ാമത്തെ ചോദ്യം നോക്കാം. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഫസൽ അലി. ഓപ്ഷൻ സി ഫസൽ അലി ആയിരുന്നു. 27ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് INCയുടെ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ലാഹോർ സമ്മേളനം. ഇത് സ്ഥിരം ചോദ്യമാണ്. പൂർണ്ണ സ്വരാജ് ഏത് സമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചതെന്നുള്ളത് സ്ഥിരം ചോദ്യമാണ് PSCയുടെ. ലാഹോർ സമ്മേളനമാണെന്ന് ഓർത്തിരിക്കുക. 28ാമത് ചോദ്യം. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. ഓപ്ഷൻ സി ആണ് വിനോബ ഭാവെ. 29ാമത് ചോദ്യം നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീരവനിത ആരാണ്? അരുണ അസഫ് അലിയാണ് കേട്ടോ. അരുണ അസഫ് അലിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 30ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അതൊക്കെ നമുക്ക് സ്ഥിരം ചോദ്യമാണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. 31ാമത്തെ ചോദ്യം. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? CK ലക്ഷ്മണൻ കേട്ടോ. CK ലക്ഷ്മണനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതൊക്കെ ചോദ്യം കാണുമ്പോൾ തന്നെ അറിയാമോ? ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആളാരായിരിക്കും. 32ാമത്തെ ചോദ്യം. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? കേരളത്തിന്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 33ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ആലപ്പുഴ. ഓപ്ഷൻ ഡി ആലപ്പുഴ. 34ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഇടുക്കി. ഓപ്ഷൻ സി ഇടുക്കി. 35ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 36ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? 2695 മീറ്റർ കേട്ടോ. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം കേട്ടോ. 37ാമത്തെ ചോദ്യം. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? 14 കേട്ടോ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? 14. ഓപ്ഷൻ ബി ആണ് ആൻസർ. 38ാമത്തെ ചോദ്യം.
കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? 2005. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ്? 2005. 39ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ജൂൺ ടു സെപ്റ്റംബർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. 40ാമത്തെ ചോദ്യം, കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം 1994 കേട്ടോ. 1994. 41ാമത്തെ ചോദ്യം PSCയുടെ സ്ഥിരം ഒരു ചോദ്യമായിരുന്നു. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികളുടെ രചയിതാവ്. 42ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലം. ഓപ്ഷൻ എ ഒറ്റപ്പാലമാണ്. 1921 അഖില കേരളാടിസ്ഥാനത്തിനുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലം. 43ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. 44ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവാര്? ഋതുമതി ആരാണ്? പ്രേംജി. ഓപ്ഷൻ ബി പ്രേംജി ആണ് ഋതുമതി. 45ാമത്തെ ചോദ്യം, തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാൾ സമർപ്പിച്ച നിവേദനം ഏതായിരുന്നു? മലയാളി മെമ്മോറിയൽ കേട്ടോ. ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ ആണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യമാണ് കേട്ടോ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 46ാമത്തെ ചോദ്യം, ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കുമാരഗുരുദേവനാണ്. നമ്മൾ പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന കുമാരഗുരുദേവനാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 47ാമത്തെ ചോദ്യം, സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? പയ്യന്നൂർ. ഓപ്ഷൻ എ പയ്യന്നൂർ. കോഴിക്കോട് പൂർത്തിയാരാണ്? അത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് കേട്ടോ. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. 48ാമത്തെ ചോദ്യം, 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യൻകാളി കേട്ടോ. അയ്യൻകാളിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 49ാമത്തെ ചോദ്യം, കയ്യൂർ സമരം നടന്ന വർഷം എന്നാണ്? 1941 മാർച്ച് 28 കേട്ടോ. 1941 മാർച്ച് 28. 50ാമത്തെ ചോദ്യം നോക്കാം. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആരാണ്? എ കെ ഗോപാലനാണ്. 50ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി AKG. 51ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 52ാമത്തെ ചോദ്യം, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയതാര്? മാഡം ബിക്കാജി ഗാമ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഇനി അടുത്തത് 53ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. പക്ഷേ ഇപ്പോൾ 2019 ഭേദഗതിയിലൂടെ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസിനും അതേപോലെ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിക്കും എന്താകാം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഓക്കെ, 54ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. പൗരാവകാശങ്ങൾ ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തതാണ് പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 55ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള. ഓപ്ഷൻ ഡി ആണ്. വജാഹത്ത് ഹബീബുള്ളയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 56ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്?
ഓപ്ഷൻ എ ആനന്ദമഠം കേട്ടോ. ഓപ്ഷൻ എ ആനന്ദമഠമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി 57ാമത്തെ ചോദ്യം നോക്കാം. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? 16ാം വകുപ്പാണ് കേട്ടോ. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിളാണിത്. ആർട്ടിക്കിൾ 16 കേട്ടോ. 16ാം വകുപ്പ് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. 57 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 58ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചതെന്ന് 1950 ജനുവരി 26. തെറ്റിപ്പോകരുത്. 1950 ജനുവരി 26 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയുടെ അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഏതാണ്? ബംഗാളി ഭാഷ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ബംഗാളി ഭാഷ. 60ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ന്യായവാദത്തിന് അർഹമല്ല. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുക്കൊണ്ടതാണ്. ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ഇതിൽ ശരിയായവ കണ്ടെത്താനാണ് പറയുന്നത്. 2ഉം 4ഉമാണ് കേട്ടോ. 2ഉം 4ഉം കേട്ടോ. 2ഉം 4ഉമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 61ാമത്തെ ചോദ്യം. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ല് കേട്ടോ. ഓപ്ഷൻ ബി കോമ്പല്ല്. 62ാമത്തെ ചോദ്യം. ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏതാണ്? വൃക്ക. ഓപ്ഷൻ ഡി വൃക്കയാണ്. 63ാമത്തെ ചോദ്യം. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം സി ആണ് കേട്ടോ. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. 64ാമത്തെ ചോദ്യം. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ് കേട്ടോ. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 65ാമത്തെ ചോദ്യം. തൊണ്ടമുള്ളിന് ഡിഫ്തീരിയ കാരണമായ രോഗാണു ഏത്? ബാക്ടീരിയ ആണ് കേട്ടോ. തൊണ്ടമുള്ളിന് കാരണമായ ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയയാണ്. 66ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? ഉജ്ജ്വല കേട്ടോ. ഉജ്ജ്വല. ഓപ്ഷൻ എ ആണ് ഉജ്ജ്വല കേട്ടോ. പച്ചമുളക് ഉജ്ജ്വല. 67ാമത്തെ ചോദ്യം. ചണച്ചെടിയുടെ ഏതു ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ട്. ഓപ്ഷൻ ബി തണ്ട് കേട്ടോ. 68ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏത്? കോന്നി. ഓപ്ഷൻ എ കോന്നി. 69ാമത്തെ ചോദ്യം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മേധ പട്കർ കേട്ടോ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മേധ പട്കർ ആണ്. 70ാമത്തെ ചോദ്യം. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ചോദ്യങ്ങളാണ്. 71ാമത്തെ ചോദ്യം. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതും താഴ്ന്ന താപനില ലഭിക്കുന്നതും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി അമോണിയം ക്ലോറൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നതാണ് അമോണിയം ക്ലോറൈഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 72ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ഓക്സിജൻ കേട്ടോ. ഓപ്ഷൻ ഡി ഓക്സിജൻ ആണ്. 73ാമത്തെ ചോദ്യം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക? ഓപ്ഷൻ എ തന്മാത്രയാണ് കേട്ടോ. ഓപ്ഷൻ എ തന്മാത്ര. 74ാമത്തെ ചോദ്യം. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ഓപ്ഷൻ സി കാൽഷ്യം കാർബണേറ്റ് കേട്ടോ. കാൽഷ്യം കാർബണേറ്റ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നതാണ് കാൽഷ്യം കാർബണേറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം 75ാമത്തെ ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? ഹൈഡ്രജനും കാർബണും. രണ്ടും ശരിയാണ് കേട്ടോ. അപ്പോൾ 1ഉം 2ഉം കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 76ാമത്തെ ചോദ്യം. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുമപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത്? ഓപ്ഷൻ ബി മഞ്ഞ കേട്ടോ.
പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? ഓപ്ഷൻ ബി മഞ്ഞ. 77ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത്? ഓപ്ഷൻ സി കർഷണ ബലമാണ് കേട്ടോ. ഓപ്ഷൻ സി കർഷണ ബലം. 78ാമത്തെ ചോദ്യം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധൻ കേട്ടോ, ബുധനാണ്. 79ാമത്തെ ചോദ്യം, മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം കേട്ടോ, വികിരണം. ഓപ്ഷൻ സി ആണ് ആൻസർ. 80ാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് വസ്തുവിന്റെ ഭാരം 0 ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിന്റെ ഭാരം 0. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ.